തജിക്കിസ്ഥാനിലെ സരിദാഗ് എന്ന ചെറിയൊരു നദിയുടെ തീരത്ത് നിൽക്കുകയാണ് ഞാൻ. മലയുടെ ചുവട്ടിൽ നദിക്കപ്പുറം സരിദാഗ് ഗ്രാമം. ഈ നദി ഒടുവിൽ ഇസ്കന്ദർ കൂൾ തടാകത്തിലാണ് ചെന്നുചേരുന്നത്. ആ വലിയ തടാകത്തിന്റെ പ്രധാന സ്രോതസ് സരിദാഗ് നദി തന്നെയാണ്. ഗ്രാമത്തിനപ്പുറം ഫാൻ മൗണ്ടൻസിന്റെ ഭാഗമായ സരിദാഗ് പർവ്വതം ഉയർന്നു നിൽക്കുന്നു. ഫാൻ പർവ്വതനിരയിൽ മുകൾ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണിത്. പിന്നിൽ വേറെയും പർവ്വതങ്ങൾ ഉള്ളതിനാൽ ഇതൊരു താഴ്വാരമാണെന്ന് തോന്നുന്നേയുള്ളൂ. നദിക്കും പർവ്വതത്തിനും ഗ്രാമത്തിനുമെല്ലാം സരിദാഗ് എന്ന് തന്നെയാണ് പേര്. പിന്നിൽ അക്കാണുന്നതാണ് സരിദാഗ് പർവ്വതം. നദിക്കിക്കരെ മലഞ്ചെരുവിൽ കന്നുകാലിക്കൂടുകളുടെ വലിയൊരു നിരയുണ്ട്. ഒരു കാലത്ത് ഈ പർവ്വത ഗ്രാമത്തിൽ ആളുകൾ താമസിച്ചിരുന്ന വീടുകളും ആ വിധമുള്ളവയായിരുന്നു. ഞങ്ങൾ കാറിൽ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി നദി ക്രോസ് ചെയ്യണം. മനോഹരമായ ഭൂപ്രദേശം, മലകളിൽ നിന്നും മഞ്ഞുരുകിയെത്തുന്ന ജലം. സരിദാഗ് ഗ്രാമത്തിലേക്ക് ഈ ഇരുമ്പ് പാലത്തിലൂടെ വേണം കടക്കാൻ. അത് കടന്നു ചെല്ലുമ്പോൾ കന്നുകാലി തൊഴുത്തുകളാണോ വീടുകളാണോ എന്ന് തിരിച്ചറിയാനാവാത്ത ചില കെട്ടിടങ്ങൾ കാണാം. പാതയാകട്ടെ ചെറിയൊരു അരുവിക്ക് സമാനമാണ്. വെള്ളമൊഴുകുന്നു. പുൽമേടുകളിൽ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ഗ്രാമത്തിലെ സാധാരണ വീടുകളിൽ നിന്നും വ്യത്യസ്തമായി സമ്പന്ന ഗേഹങ്ങൾ എന്ന് തോന്നുന്ന ചില കെട്ടിടങ്ങളും കാണുന്നുണ്ട്. അല്പം ഉയർന്ന സാമ്പത്തിക നിലയുള്ള ആളുകൾ വസിക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് സരിദാഗ്. പണ്ട് ഒരു ഇടയ ഗ്രാമമായിരുന്നു ഇത്. എന്നാൽ പുതിയ കാലത്ത് ഫാൻ പർവ്വതം കയറാനെത്തുന്നവർക്കുള്ള ഹോം സ്റ്റേകളും ഗസ്റ്റ് ഹൗസുകളും ഒരുക്കി ഗ്രാമീണർ വരുമാനമുണ്ടാക്കുന്നു. വെളിമ്പറമ്പുകളിൽ പല നിറങ്ങളുള്ള പൂക്കളുമായി പുൽച്ചെടികൾ, നല്ല തണുപ്പുള്ള പ്രകൃതി. കാട്ടുപൂക്കളാണ് ഈ വളർന്നു നിൽക്കുന്നത് എങ്കിലും അത് ഗ്രാമത്തിന് പ്രത്യേകമായൊരു ചാരുത പകരുന്നുണ്ട്. മഞ്ഞയും വയലറ്റും നിറങ്ങളിലുള്ള പൂക്കൾ. ഇസ്ഫാൻ ഡിയർ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വാഹനം വിടുകയാണ്. ഉരുളക്കിഴങ്ങ് വിളയുന്ന തൊടികൾ. ടെലിവിഷൻ എല്ലാ വീടുകളിലുമുണ്ട്. വീടുകളാകട്ടെ മിക്കതും മൺകട്ട കൊണ്ട് പണിതവയാണ്. തജിക്കിസ്ഥാനിലെ മറ്റു ഗ്രാമങ്ങളിൽ കണ്ട തെല്ലൊരു പ്രാകൃതമായ നിർമ്മിതികൾ തന്നെയാണ് ഇവിടെയും. വലതുവശത്ത് ഇക്കാണുന്നതെല്ലാം കന്നുകാലി തൊഴുത്തുകളാണ്. 2500 വർഷം മുൻപ് തന്നെ ഇന്നത്തെ സരിദാഗ് ഗ്രാമമുള്ള പ്രദേശത്ത് ജനവാസമുണ്ടായിരുന്നെന്നാണ് ചരിത്രം. ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ ഇസ്കന്ദർ കൂൾ തടാകക്കരയിൽ തമ്പടിച്ച അലക്സാണ്ടറുടെ സൈന്യം തടാകത്തിൽ നിന്നുള്ള വെള്ളം തുറന്നുവിട്ട് താഴെയുള്ള ചില ഗ്രാമങ്ങൾ നശിപ്പിച്ചിരുന്നുവത്രേ. അന്ന് തടാകത്തിന് മുകളിലുള്ള ജനവാസ കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടെന്നും അവിടുത്തെ ആളുകൾ അലക്സാണ്ടറുടെ സൈന്യത്തെ പതിയിരുന്ന് ആക്രമിച്ചിരുന്നുവെന്നും ചില ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അക്കാലത്തെ ഒരു പ്രമുഖ ജനവാസ പ്രദേശം ഇന്നത്തെ സരിദാഗ് ഗ്രാമമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. ഇന്ന് പക്ഷേ 800-ൽ താഴെ മാത്രം ആളുകളെ ഇവിടെ സ്ഥിരവാസികളായുള്ളൂ. കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ പണികൾ നടക്കുന്നു. വളരെ ലളിതമാണ് ഇത്തരം കെട്ടിടങ്ങളുടെ മേൽക്കൂര നിർമ്മാണം. മരക്കമ്പുകൾ അടുക്കി അതിനുമീതെ കല്ലും കുഴമണ്ണും നിരത്തുന്നു. ഇതെല്ലാം കന്നുകാലികൾക്കുള്ളതാണ്. ഗ്രാമവഴിയിലൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ നടത്തം തുടർന്നു. ഒരിടത്ത് കുറച്ചു കുട്ടികൾ ഇരുന്ന് മണ്ണപ്പമുണ്ടാക്കുന്നു. കേരളത്തിലും ഒരു കാലത്ത് കുട്ടികളുടെ കളികളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഫാൻ മൗണ്ടന്റെ താഴ്വാര ഗ്രാമത്തിലെ കുട്ടികൾ ഇപ്പോഴും മണ്ണപ്പം ചുട്ടുകളിക്കുന്നത് കാണുമ്പോൾ എന്നിൽ ഗ്രഹാതുരത ഉണരുന്നു. പ്രസവിച്ചിട്ട് അധികം നാളായിട്ടില്ലാത്ത ഒരു പശുവും അതിന്റെ കുഞ്ഞുമായി 2 സ്ത്രീകൾ പോകുന്നു. ഇങ്ങനെ തനി ഗ്രാമീണമായ കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് എന്റെ നടത്തം. തികച്ചും സാധാരണമായ ഒരു പർവ്വത ഗ്രാമം. ടാർ ചെയ്യാത്ത പാതകൾ. വാഹനങ്ങളൊന്നും കാണുന്നില്ല. ഇതാണ് ഗ്രാമത്തിന്റെ പ്രധാന ഭാഗം. ഈ പ്രദേശം കീഴടക്കാൻ കുതിരപ്പുറത്തെത്തിയ അലക്സാണ്ടർ ചക്രവർത്തിയെ ഓർമ്മിപ്പിക്കും മട്ടിൽ കഴുതപ്പുറത്ത് ഒരു പയ്യൻ. ചുവന്നു തുടുത്ത മുഖവുമായി അവൻ രാജകീയമായി കഴുതപ്പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ്. കഴുതപ്പുറത്തുള്ള സവാരിക്ക് ബാല്യകാലത്ത് തന്നെ അവർക്കെല്ലാം പരിശീലനം ലഭിക്കുന്നുണ്ട്.
യാത്രകൾക്കും ഭാരം ചുമക്കുന്നതിനും കൃഷിക്ക് നിലമൊരുക്കുന്നതിനുമെല്ലാം അവരുടെ സഹായി കഴുത തന്നെയാണല്ലോ. കഴുതക്കാരനും അവന്റെ കൂട്ടുകാരനും അകന്നുപോയി. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത ഒരു ബാല്യമാണ് ഇവരുടേത്. കുക്കുംബർ കടിച്ചു തിന്നുകൊണ്ട് ഗ്രാമപാതയിലൂടെ നീങ്ങുന്ന ചെമ്പൻ മുടിക്കാരി. ഈ പെൺകുട്ടികൾക്കെല്ലാം ബാല്യകാലം മാത്രമായിരിക്കും ആസ്വാദികരവും ആഹ്ലാദകരവുമായി ഉണ്ടാവുക. പെൺകുട്ടികൾ കൗമാരപ്രായത്തിൽ തന്നെ വിവാഹിതരാവുന്ന നാടാണ് തജിക്കിസ്ഥാൻ. പട്ടണങ്ങളിലെ സ്ത്രീകളിൽ ഒരു വിഭാഗം ആധുനിക ജീവിത രീതികൾ പിന്തുടരുന്നവരും സ്വതന്ത്രമായ ജീവിതം നയിക്കുന്നവരുമാണ്. എന്നാൽ ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളുടെ ജീവിതം ഒട്ടും നിറപ്പകട്ടുള്ളതല്ല. കൗമാരകാലത്ത് തന്നെ വിവാഹിതരായി ഭർത്തൃ വീട്ടിലെത്തുന്നവർക്ക് അവിടെ വലിയ പരിഗണനയൊന്നും ലഭിക്കാറില്ല. ചിലപ്പോൾ പുരുഷന്റെ 3-4 ഭാര്യമാരിൽ ഒരാളായാണ് അവളെത്തുക. ഗിസാർ പർവ്വത പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ വിവാഹിതരായ ശേഷം വിധവകളുടേതിന് സമാനമായ ജീവിതം നയിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെന്നാണ് തജിക്കിസ്ഥാൻ അക്കാഡമി ഓഫ് സയൻസസ് നടത്തിയ ഒരു പഠനം വ്യക്തമാക്കുന്നത്. തൊഴിൽ തേടി പട്ടണങ്ങളിലേക്ക് പോകുന്ന പുരുഷന്മാർ അവിടെ പുതിയൊരു ഇണയെ കണ്ടെത്തി ജീവിതം തുടങ്ങുമ്പോൾ ഗ്രാമത്തിലുള്ള അവരുടെ ഭാര്യമാരുടെ ജീവിതം വിധവകളുടേതിന് സമാനമാവുന്നു. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളിൽ 80% കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരോ കന്നുകാലി വളർത്തലുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുന്നവരോ ആണ്. ഗ്രാമവഴികളിലെല്ലാം ആളനക്കമുണ്ട്. ആളുകളെല്ലാം എന്തൊക്കെയോ ജോലികളിലാണെന്ന് തോന്നി. നീളൻ കോട്ട് ധരിച്ച ഒരു വൃദ്ധൻ കൂനിക്കൂടി തന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നു. മണ്ണുമെഴുകിയ ചുമരുകളുള്ള വീടുകൾ. മഞ്ഞുകാലത്ത് വീടിന്റെ മേൽക്കൂരയിൽ വലിയ കനത്തിൽ ഹിമം അടിഞ്ഞുകൂടാതിരിക്കാനാണ് മേൽക്കൂര ചെരിച്ചു നിർമ്മിക്കുന്നത്. ഗിസാർ പർവ്വതമേഖലയിലെ മറ്റു ഗ്രാമങ്ങളിൽ നിന്നും ഇതിന് പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല. ഉരുളക്കിഴങ്ങും ഗോതമ്പുമാണ് ഗ്രാമീണരുടെ പ്രധാന കൃഷി. മറ്റു പർവ്വത ഗ്രാമങ്ങളിൽ എന്ന പോലെ സെരിദാഗിലും ജീവിത സാഹചര്യങ്ങൾ പരിമിതമാണ്. ആശുപത്രിയോ മികച്ച വിദ്യാലയമോ ഇവിടെയില്ല. ഒരു പ്രൈമറി വിദ്യാലയമാണ് ഗ്രാമത്തിലുള്ളത്. തുടർ പഠനത്തിനായി ഐനി, പഞ്ചകേന്ദ് തുടങ്ങിയ പട്ടണങ്ങളിൽ പോകണം. ഞാനിപ്പോൾ നടന്നെത്തിയിരിക്കുന്നത് സെരിദാഗിലെ മോസ്കിനടുത്തേക്കാണ്. ഇതാണ് ഗ്രാമത്തിലെ പ്രധാന പൊതുസ്ഥാപനം. മരത്തൂണുകളും മറ്റുമെല്ലാമുള്ള ഒരു ചെറു കെട്ടിടം. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മോസ്ക് തന്നെയായിരിക്കാം. സോവിയറ്റ് കാലത്തിനു ശേഷം അതൊന്ന് നവീകരിച്ചിരിക്കുന്നു. മോസ്കിന് മുന്നിലെ ഗ്രാമീണ പാതയിലൂടെ നടത്തം തുടരുകയാണ്. ഗ്രാമത്തിനകത്ത് ഇത്തരത്തിലുള്ള പല മൺപാതകളുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണിത്. അതുകൊണ്ട് തന്നെ ശൈത്യകാലത്ത് ഇവിടമെല്ലാം മഞ്ഞിനടിയിലായിരിക്കും. തജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഇസ്കന്ദർകൂൾ തടാക പരിസരം പ്രമുഖമായൊരു ടൂറിസം കേന്ദ്രമായി വളർന്നിരുന്നു. അതോടെയാണ് തടാകത്തിന്റെ മുകൾ ഭാഗത്തുള്ള സെരിദാഗ് ഗ്രാമവും കൂടുതൽ പ്രസക്തമാകുന്നത്. സീസണിൽ യൂറോപ്പിൽ നിന്നും റഷ്യയിൽ നിന്നുമെല്ലാം ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. വീടിന് സമീപത്തെ ചെറിയ തൊടികളിൽ ഉരുളക്കിഴങ്ങ് കൃഷി നടക്കുന്നു. ഇക്കാണുന്നതെല്ലാം കന്നുകാലി തൊഴുത്തുകളാണ്. കന്നുകാലി വളർത്തലാണ് സെരിദാഗിലെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം. ഇവിടുത്തെ വീടുകൾക്ക് തകരമേൽക്കൂര വന്നിട്ട് അധികം കാലമായിട്ടില്ല. ഇത്തരത്തിൽ മരക്കമ്പുകൾക്ക് മേൽ കല്ലും മണ്ണും നിരത്തിയുണ്ടാക്കുന്ന മേൽക്കൂരയാണ് അരനൂറ്റാണ്ട് മുൻപ് വരെയും സെരിദാഗ് ഉൾപ്പെടെയുള്ള പർവ്വത ഗ്രാമങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ കന്നുകാലി തൊഴുത്തുകൾ മാത്രമാണ് ആ വിധത്തിൽ കാണുന്നത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന കാട്ടുചെടികൾ ഗ്രാമത്തിൽ മനോഹരമായ ഒരു കാഴ്ചയാവുന്നു. വേനൽക്കാലമാകുമ്പോൾ ഗ്രാമത്തിലെവിടെയും ആ പുഷ്പസമൃദ്ധി ഉണ്ടാകുമെന്നാണ് ഷഹബാസ് പറയുന്നത്. ഇത്തരം വിദൂര ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിയിട്ടുണ്ട്. സരിദാഗ് നദിയുള്ളതിനാൽ ശുദ്ധജലക്ഷാമവും ഗ്രാമത്തിലില്ല. മടങ്ങാൻ നേരമായി. ഞങ്ങൾ വാഹനത്തിലേക്ക് കയറി. ഇപ്പോൾ തന്നെ നേരം 6:30 കഴിഞ്ഞിരിക്കുന്നു. ഇനി ദുഷാൻബെയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും 3 മണിക്കൂറിന്റെ യാത്രയുണ്ട് രാജ്യതലസ്ഥാനമായ ദുഷാൻബെയിലേക്ക്. സെരിദാഗിലെ ഒരു ഗസ്റ്റ് ഹൗസാണ് ഇക്കാണുന്നത്. ഫാൻ പർവ്വതം കയറാനെത്തുന്നവർ വന്ന് താമസിക്കുന്ന ഇടം.
തജിക്കിസ്ഥാന്റെ സരിദാഗ് എന്ന ഒരു ഗ്രാമം കൂടി പിന്നിടുകയാണ്. ഗസ്റ്റ് ഹൗസിന്റെ ബോർഡുകൾ വഴിയോരത്ത്. മലഞ്ചെരുവിൽ കാട്ടുകല്ല് കെട്ടി നിർമ്മിച്ചിരിക്കുന്ന കാലിത്തൊഴുത്തുകൾ വിശേഷപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ്. ഗ്രാമത്തിലെ കന്നുകാലികളെ ഒരുമിച്ച് പാർപ്പിക്കുന്ന തൊഴുത്തുകൾ. ജനവാസ മേഖലയിൽ നിന്നും അല്പം മാറിയാണ് തൊഴുത്തുകൾ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കുറച്ചു ദൂരം ചെന്ന് ഒരിടത്ത് വാഹനം നിർത്തി നോക്കുമ്പോൾ ഞങ്ങൾ കടന്നുവന്ന പാതയും ഇനി പോകാനുള്ള വഴിയും വിശദമായി കാണാം. ഈ മലനിരകളിലൂടെ ദീർഘമായി സഞ്ചരിച്ചു വേണം ദുഷാൻബെയിലെത്താൻ. ശ്രദ്ധിച്ചു നോക്കിയാൽ മലഞ്ചെരുവുകളിൽ ചെറിയ ഗ്രാമങ്ങൾ കാണാം. പുറം ലോകത്തു നിന്നും തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഗ്രാമങ്ങൾ. പരുക്കൻ ഭാവമുള്ള ഈ പർവ്വത പ്രദേശങ്ങളിലെല്ലാം നൂറ്റാണ്ടുകളായി ആളുകൾ വസിക്കുന്നുണ്ട്. ആകെ 86 ലക്ഷമാണ് തജിക്കിസ്ഥാനിലെ ജനസംഖ്യ. അതിൽ വലിയൊരു ഭാഗവും പർവ്വതമേഖലയിലെ ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലുമാണ് വസിക്കുന്നത്. സോവിയറ്റ് യൂണിയനെക്കുറിച്ചും സോവിയറ്റ് ജനതയെക്കുറിച്ചും പറയുമ്പോൾ ഇത്തരം മലമടക്കുകളിലെ ആളുകൾ കൂടി ചേർന്നതാണ് അതെന്ന് നാം ഓർക്കാറില്ല. ഈ പ്രദേശങ്ങളെല്ലാം ഒരിക്കൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സോവിയറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മോസ്കോ എന്ന പളപളപ്പുള്ള ഒരു നഗരം മാത്രമായിരുന്നല്ലോ ചിന്തയിലേക്ക് എത്തിയിരുന്നത്. മലയിൽ കൗതുകമുണർത്തുന്ന ചില കാഴ്ചകളുണ്ട്. പല കാലത്തായി മലയിടിഞ്ഞും മണ്ണൊലിച്ചുപോയും രൂപം കൊണ്ട വിചിത്രാകാരങ്ങൾ. ഇത് ഫാൻ പർവ്വതനിരയിലും ഗിസാർ മൗണ്ടൻ റേഞ്ചിലുമെല്ലാമുള്ള ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയിൽ ലേ ലഡാക്ക് പ്രദേശത്ത് മൂൺലാൻഡ് എന്നറിയപ്പെടുന്ന ഭാഗം ഇതേ വിധം കണ്ടത് ഞാൻ ഓർക്കുന്നു. അത്തരം സ്ഥലങ്ങൾ ഹിമാലയത്തിൽ മാത്രമല്ല ഈ പ്രദേശത്തുമുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഹിമാലയത്തിന്റെ അനുബന്ധമാണ് ഈ പർവ്വതനിരകൾ എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. പല പല ചെറുഗ്രാമങ്ങൾ കടന്നാണ് പോകുന്നത്. ഇസ്കന്ദർ നദിയുടെ ഓരത്തൊരിടത്ത് ഇസ്വാൻ കാർ കൊണ്ടുചെന്ന് നിർത്തി. ഖൈറോൺബാദ് എന്ന ഗ്രാമമാണ് ഇത്. ചെറിയൊരു കാർഷിക ഗ്രാമം. ഇസ്കന്ദർ നദിയുടെ കരയിൽ ഇത്തരത്തിലുള്ള പല ഗ്രാമങ്ങളുണ്ട്. ഇസ്കന്ദർ കൂളിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന ജലമാണ് ഇസ്കന്ദർ ദരിയ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഈ നദിയിലൂടെ ഒഴുകുന്നത്. ഇനി ഇസ്കന്ദർ ദരിയയുടെ തീരത്തുകൂടി വേണം കുറേ ദൂരം പോകാൻ. പല ഗ്രാമങ്ങൾ കടന്ന് ഇപ്പോൾ റബോത്ത് എന്ന ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഇരുമ്പ് പാലമുണ്ട്. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു തുടങ്ങിയ പാലം. ഈ പാലം കടക്കുന്നതോടെ റബോത്തിന്റെ പ്രധാന ഭാഗത്തേക്കെത്തും. അതോടെ പ്രധാന ഹൈവേയിലേക്ക് കയറുകയായി. ഐനി പട്ടണത്തെയും രാജ്യതലസ്ഥാനമായ ദുഷാൻബെയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേയാണിത്. ഇനിയും 110 കിലോമീറ്റർ കൂടി പോകണം ദുഷാൻബെയിലെത്താൻ. റബോത്തിന്റെ ജനവാസ മേഖലയാണ് താഴെ കാണുന്നത്. വാർസോബ് നദിയുടെ ഇരുകരകളിലുമായി വീടുകളും കൃഷിയിടങ്ങളും. 9600 ആളുകൾ വസിക്കുന്നുണ്ട് റബോത്തിൽ. കലങ്ങിയൊഴുകുന്ന വാർസോബ്. അതിനു കുറുകെ ഗ്രാമങ്ങളിലേക്കുള്ള ചെറുപാലങ്ങൾ. വാർസോബ് നദിയുടെ തീരത്തുകൂടിയാണ് ഇനി ഏറെ ദൂരം ഞങ്ങളുടെ യാത്ര. പർവ്വതപാതകളും ടണലുകളും കടന്ന് ദീർഘമായി യാത്ര ചെയ്ത് ഒടുവിൽ രാത്രി 10 മണിയോടെ ഞങ്ങൾ ദുഷാൻബെ പട്ടണത്തിലേക്ക് എത്തി. ഇരുൾ പടർന്നിരിക്കുന്നു. തലസ്ഥാന നഗരം മയക്കത്തിലേക്ക് പ്രവേശിക്കുന്ന നേരത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനും കുറേ നേരം വാഹനത്തിലിരുന്ന് ഉറക്കമായിരുന്നു. ഉണരുമ്പോൾ ഏതോ ഒരു ഹോട്ടലിന്റെ ലോബിയുടെ മുന്നിലാണ് കാർ. ഇവിടെയാണ് എനിക്ക് താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെക്ക് ഇൻ ചെയ്ത് ലിഫ്റ്റിലേറി 4ാം നിലയിലുള്ള മുറിയിലേക്ക് നടന്നു. അംബുരാജയും ഷഹബാസും തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. 403-ാം നമ്പർ മുറിയാണ് എന്റേത്. ഇന്നത്തെ ദീർഘമായ യാത്രയുടെ ക്ഷീണമുണ്ട്. ആ ക്ഷീണം ഈ മുറിയിൽ ഇറക്കി വെക്കുകയാണ്.
പിറ്റേന്ന് രാവിലെ ഉണർന്ന് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വിഭവസമൃദ്ധമാണ്. പ്രഭാത ഭക്ഷണം ഇത്രയൊന്നും കഴിക്കുന്ന പതിവില്ല. അംബുരാജയും ഷഹബാസും എത്തി. ഷഹബാസ് എനിക്ക് നൽകാൻ ഒരു പുസ്തകവുമായാണ് വന്നിരിക്കുന്നത്. തജിക്കിസ്ഥാന്റെ രാഷ്ട്രീയ ചരിത്രം ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റിനെക്കുറിച്ചും മറ്റുമുള്ള വിവരങ്ങൾ. അത് വിശദമാക്കുന്ന പുസ്തകമാണ് ഷഹബാസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് പ്രസിഡന്റ് ഇമോമുലി റഹ്മോനോവ്. അദ്ദേഹം കർഷകർക്കും തൊഴിലാളികൾക്കുമെല്ലാം ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ. പ്രൊപ്പഗൻഡ പ്രസിദ്ധീകരണം പോലെയുണ്ട്. ഇസ്വാൻഡിയർ കാറുമായി ഹോട്ടൽ മുറ്റത്തുണ്ടായിരുന്നു. വാഹനത്തിൽ കയറി ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തുടങ്ങി. ഇന്ന് തലസ്ഥാന പട്ടണമായ ദുഷാൻബെയുടെ പല കാഴ്ചകളിലേക്കും പോകണം. ആദ്യ ദിവസം ഈ നഗരത്തിലൂടെ ഒന്ന് കടന്നുപോയതേയുള്ളൂ. നഗരത്തിന്റെ പ്രധാന കാഴ്ചയിലേക്കൊന്നും പോയിരുന്നില്ല. തജിക്കിസ്ഥാനിലെ ഏറ്റവും പ്രധാന നിർമ്മിതികളുള്ളത് ഈ തലസ്ഥാന നഗരത്തിലാണ്. ഒരു കുന്നു കയറി ആദ്യം എത്തിയിരിക്കുന്നത് ഇവിടുത്തെ വിക്ടറി പാർക്ക് എന്ന ഭാഗത്തേക്കാണ്. പഴയൊരു കേബിൾ കാർ സ്റ്റേഷനാണ് ഇത്. ഈ കുന്നിൻ മുകളിലേക്ക് പണ്ടൊരു റോപ്പ് വേ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാൽ താഴെ നീണ്ടു പരന്നു കിടക്കുന്ന ദുഷാൻബെ പട്ടണം കാണാം. ആധുനിക കാലത്ത് വളർന്നുവന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളും വാണിജ്യ സമുച്ചയങ്ങളും വ്യവസായ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളുമെല്ലാം അതിലുണ്ട്. നഗരത്തിന്റെ ആകാശക്കാഴ്ച ലഭിക്കുന്ന ഒരു ഉയർന്ന ഭാഗത്തേക്ക് ആദ്യം പോകാമെന്ന് ഞാൻ അംബുരാജയോടും ഷഹബാസിനോടും പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് അവർ ഉയർന്ന കുന്നിൻ മുകളിലുള്ള വിക്ടറി പാർക്കിലേക്ക് എന്നെ കൊണ്ടുവന്നത്. കൃത്യമായ പരിപാലനമില്ലാത്ത വിധം കിടക്കുകയാണ് ഇവിടം. ആളുകൾ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതുമായ ചെറുമണ്ഡപങ്ങൾ. നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഇതുതന്നെ. ഇവിടെ നിന്നാൽ ദുഷാൻബെയുടെ ഏകദേശ രൂപം കാണാം. ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യ തലസ്ഥാനങ്ങളിലൊന്നാണ് ദുഷാൻബെ. ഞാൻ സഞ്ചരിച്ച രാജ്യ തലസ്ഥാനങ്ങളിൽ താരതമ്യേന വളരെ ചെറുത്. ഇതാണ് കേബിൾ കാർ സ്റ്റേഷന്റെ മറ്റൊരു ആംഗിളിലുള്ള കാഴ്ച. ദുഷാൻബെയുടെ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി യൂറോപ്യൻ കമ്മീഷന്റെ സഹായത്തോടെ നിർമ്മിതമായതാണെങ്കിലും ഏതാനും വർഷമായി ദുഷാൻബെ കേബിൾ വേ പ്രവർത്തിക്കുന്നില്ല. വിക്ടറി പാർക്കിന്റെ ഒരു ഭാഗത്ത് ഫലവൃക്ഷങ്ങളുടെ ചെറിയൊരു തോട്ടമുണ്ട്. പാർക്കിന്റെ പല ഭാഗത്തു നിന്നാൽ നഗരത്തെ പല ആംഗിളിൽ കാണാം. നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള നിർമ്മിതി അക്കാണുന്ന കൊടിമരമാണ്. അതിൽ ദേശീയ പതാക പാറുന്നു. മറ്റൊരു ഭാഗത്ത് കുന്നിൻ ചെരുവോളം എത്തി നിൽക്കുന്ന ജനവാസ കേന്ദ്രങ്ങൾ. അത് ഇവിടെ നിന്നും അങ്ങേയറ്റത്ത് ഒരു മലയുടെ അടിവാരം വരെ വ്യാപിച്ചു കിടക്കുന്നു. ധാരാളം വൃക്ഷങ്ങൾ ഉള്ളതുകൊണ്ട് നഗരം ഒരു കെട്ടിടവനമായി തോന്നുന്നില്ല. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു തലസ്ഥാന നഗരം. 2500 വർഷം മുൻപ് മുതൽ ജനവാസമുണ്ടായിരുന്ന പ്രദേശമാണ് ദുഷാൻബെ. പക്ഷേ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം വരെയും ചെറിയൊരു ഗ്രാമമായിരുന്നു ഇത്. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നതോടെ ദുഷാൻബെ ഒരു നഗരമായി മാറി. 1924 രൂപം കൊണ്ട ഉസ്ബെക് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായ തജിക് ഓട്ടോണമസ് സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനം ഇവിടമായിരുന്നു. അതോടെയാണ് ദുഷാൻബെയുടെ വളർച്ച തുടങ്ങിയത്. കേബിൾ കാർ സ്റ്റേഷന്റെ മുൻഭാഗത്താണ് പാർക്കിംഗ് ഏരിയ. അവിടെ നിന്നും കാറിൽ കയറി ഞങ്ങൾ കുന്നിറങ്ങുകയാണ്. പാർക്കിന്റെ ചില ഭാഗങ്ങൾ ഭംഗിയായി പരിപാലിക്കുന്നുണ്ട്. തജിക് സൈന്യത്തിനാണ് വിക്ടറി പാർക്കിന്റെ പരിപാലന ചുമതല. പട്ടാളക്കാർ ഉദ്യാനഭാഗങ്ങൾ വൃത്തിയാക്കുന്നത് ഞാനിവിടെ കണ്ടിരുന്നു. നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തുന്നതിനായി സോവിയറ്റ് നാടുകളിലെ സൈന്യങ്ങൾ നടത്തിയ ഐതിഹാസിക പോരാട്ടത്തിന്റെ സ്മാരകം എന്ന നിലയിലാണ് ഈ പാർക്ക് സ്ഥാപിതമായിരിക്കുന്നത് തന്നെ. നാസി ജർമ്മനിക്കെതിരെ സോവിയറ്റ് അംഗരാജ്യങ്ങൾ നടത്തിയ പോരാട്ടം ചരിത്രത്തിൽ ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ എന്നാണ് അറിയപ്പെടുന്നത്. യുദ്ധം അവസാനിച്ചതിന്റെ 40-ാം വർഷ സ്മാരകമായി 1985 ഇവിടെ വിക്ടറി പാർക്ക് സ്ഥാപിതമാവുകയായിരുന്നു. ഇപ്പോഴും തജിക്കിസ്ഥാൻ പട്ടാളത്തിന്റെ വിക്ടറി ഡേ പരേഡ് നടക്കാറുള്ളത് ഈ പാർക്കിലാണ്. കുന്നിറങ്ങി ഞങ്ങൾ വിക്ടറി പാർക്കിന്റെ കവാടം കടന്നു. എത്തുന്നത് നഗരത്തിന്റെ ഒരു പ്രാന്തഭാഗത്തേക്കാണ്.
വലിയ ആഡംബരങ്ങളോ വർണ്ണാഭമായ കാഴ്ചകളോ ഉള്ള നഗരമല്ല ദുഷാൻബെ. റുഡാക്കി അവന്യൂ എന്ന പ്രധാന തെരുവിന്റെ ഓരത്താണ് നഗരത്തിലെ പ്രധാന മന്ദിരങ്ങളും ഭരണസിരാകേന്ദ്രവുമൊക്കെ. പ്രമുഖമായ യൂണിവേഴ്സിറ്റികളുള്ള നഗരമാണിത്. പ്രശസ്തമായ 6 യൂണിവേഴ്സിറ്റികളുടെ നഗരം എന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ദുഷാൻബെയുടെ വിശേഷണം. പ്രസിഡന്റിന്റെ കൊട്ടാരം ഉൾപ്പെടെയുള്ള അതിഗംഭീരമായ ഭരണകേന്ദ്രങ്ങൾ ഈ നഗരത്തിലുണ്ട്. അത് കാണുന്നതിനു വേണ്ടിയാണ് ഇനി ഞാൻ പോകുന്നത്.